ഈ വീഡിയോയിൽ നമ്മൾ മേജറായിട്ട് പറയുന്നത് സിസ് ഹൈഡ്രോക്സിലേഷനെ പറ്റിയാണ്. സോ അതിന് മുന്നേ ഞാൻ ഡയൻസിനെ പറ്റി ബേസിക് ആയിട്ടൊരു ഐഡിയ തരാം. ഡയൻസ് എന്താണെന്ന് ചോദിച്ചാൽ 3 ടൈപ്സ് ഡയൻസ് ഉണ്ട്: കോൺജുഗേറ്റഡ്, ക്യൂമുലേറ്റഡ്, ഐസൊലേറ്റഡ്. കോൺജുഗേറ്റഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് പൊസിഷൻസിലായിരിക്കും നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നത്. ക്യൂമുലേറ്റഡ് എന്ന് പറയുമ്പോൾ സെയിം കാർബണിൽ അപ്പുറം ഇപ്പുറമായിട്ടും അങ്ങനെയായിരിക്കും ഡബിൾ ബോണ്ട്സ് വരുന്നത്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പം എന്താണ്, 2 ഡബിൾ ബോണ്ട്സ് തമ്മിൽ മിനിമം ഒരു sp3 കാർബൺ ആറ്റംസെങ്കിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് അടുത്തടുത്തല്ല അത്ര ഉദ്ദേശിക്കുന്നത്, ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സിസ് ഹൈഡ്രോക്സിലേഷൻ നമ്മളതാണ് ആക്ച്വലി നോക്കേണ്ടത്. സിസ് ഹൈഡ്രോക്സിലേഷൻ പറയുന്ന സമയത്ത് എന്താണ് സിസ് അഡിഷൻ നടക്കുന്നുണ്ട്, ഹൈഡ്രോക്സിലേഷൻ നോക്കാം. സോ ആൽക്കീൻസ് ഉണ്ടല്ലോ, ആൽക്കീൻസ് കോൾ ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു മൊത്തത്തിൽ വേണമെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് തന്നെ പറയാം. ഓക്കെ, റീഅറേഞ്ച്മെൻറ്റ് വിത്ത് അഡീഷൻ ഓഫ് ഒരു OH അത് തന്നെ പറയാം. ആദ്യം MnO4ൻ്റെ പ്രസൻസിൽ നമുക്ക് ഇങ്ങനൊരു സിസ് അഡീഷനാണ് ഫോം ചെയ്തത്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് MnO4ൽ ഒരു ഓക്സിജനായിട്ട് 2 കാർബൺ ആറ്റംസും ജോയിൻ ചെയ്ത് രണ്ടും ഇൻ്റർ കണക്ട് ചെയ്ത് നമ്മുടെ Mn വന്ന് പിന്നെയും 4 ഓക്സിജൻസ് ഉണ്ടല്ലോ, Mn ചുറ്റും 4 ഓക്സിജൻസ് ഉണ്ട്. ഇതും കൂടെ ക്ലബ് ചെയ്യും. സിസ് അഡീഷനാണ്. സിസ് അഡീഷൻ എന്ന് പറയാൻ കാരണം ഈ C ഡബിൾ ബോണ്ടോ രണ്ടിൻ്റെയും സെയിം ഡിറക്ഷനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി OH മൈനസ് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ MnO2 ആവും. OMnO2 നോക്കുക, ഇവിടെ OMnO2. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൈനസ് MnO3 ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് MnO3 ഇങ്ങനെ MnO3 എലിമിനേറ്റ് ആയി CrHOH RCHOH ലൈക്ക് ഒരു ആൽക്കഹോൾ ഫോം ചെയ്യും. സിസ് ഹൈഡ്രോക്സിലേഷൻ കാണാതെ പഠിച്ചേ പറ്റൂ. ആൽക്കീൻസിൻ്റെ റിയാക്ഷനാണ് മൊത്തത്തിൽ ആക്ച്വലി ഒരു റീഅറേഞ്ച്മെൻറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെയുള്ള സംഭവമാണ്. ഓക്കെ, ഇവിടെ സിസ് അഡീഷൻ നടക്കുന്ന എങ്ങനെയാണെന്നും കൂടെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കാണിക്കണം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു, കാരണം ചെറുതല്ലേ, അല്ലല്ല നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് നോക്കാം. സോ അതിന് മുന്നേ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ റിയാക്ഷനാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ റിയാക്ഷൻസിൻ്റെ മെക്കാനിസം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് പോർഷൻസ് വരുന്ന സമയത്ത് മാർക്കോണിക്കോവ്സ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാർക്കോണിക്കോവ്സ് റൂള്, കരാഷ് ഇഫക്റ്റ്, പിന്നെ സിസ് ഹൈഡ്രോക്സിലേഷൻ, പിന്നെ ഏത് ടോപ്പിക്കാണ് വരുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോയിൽ പറയണം എന്ന് വിചാരിച്ച്. സോ റിയാക്ഷൻ മെക്കാനിസം 2ൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഡയൽസ് ആൽഡർ അഡീഷൻ, അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. ഇത് ഡയർ ആൽഡേഴ്സ് അഡീഷൻ, ഇത് മാത്രമല്ല പല ടൈപ്സ് ഓഫ് ഡയർ ആൽഡേഴ്സ് അഡീഷൻ ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡയൽ ആൽഡർ അഡീഷൻ റിയാക്ഷൻ ചോദിച്ചാൽ ഇതാണ്. ഇത് എന്തായാലും പഠിക്കണം. പിന്നെ 1, 2 and 1, 4 അഡീഷൻസ് ഇൻ 1,3 ബ്യൂട്ടാഡൈൽ, അതായത് റിംഗ് ഓപ്പണിംഗ് ആൻഡ് റിംഗ് ക്ലോഷർ റിയാക്ഷൻസ് ആണ്. അതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇത് 2 ചാപ്റ്ററിൽ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പോർഷൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ